ഇവിടെ ഇവന്റെ ബ്രദർ ഇവനെ സൂപ്പർ പവേഴ്സ് ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. അവന്റെ കണ്ണുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. പ്രൊഫസർ അവന്റെ സൂപ്പർ പവർ ചെക്ക് ചെയ്യുന്നതിനായി അവന്റെ കണ്ണിലെ കെട്ടഴിക്കാൻ പറയുന്നു. അവൻ കെട്ടഴിക്കുമെങ്കിലും കണ്ണടച്ചു തന്നെ വെച്ചിരിക്കുന്നു. പ്രൊഫസർ അവനോട് പേടിക്കാതെ കണ്ണു തുറക്കാൻ പറയുന്നു. അവൻ കണ്ണു തുറന്നതും കണ്ണിൽ നിന്ന് വളരെയധികം പവർഫുൾ ആയ ലേസർ വന്ന് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിനെ രണ്ടാക്കുന്നു. ആക്ച്വലി ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൂപ്പർ പവർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഇവൻ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ കണ്ണിന് എന്തോ അസ്വസ്ഥത തോന്നുന്നു. അവൻ കണ്ണ് ചിമ്മി നോക്കുന്നു. ഇത് കണ്ട ഒരു പെൺകുട്ടി അവൻ തന്നെ നോക്കിയാണ് കണ്ണ് ചിമ്മി കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇത് അവളുടെ ബോയ് ഫ്രണ്ടും കാണുന്നു. സിറ്റുവേഷൻ മോശമാണെന്ന് മനസ്സിലാക്കിയ ഇവൻ ടീച്ചറിനോട് കാര്യം പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോകുന്നു. അവൻ അവിടെ മിററിൽ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ റെഡ് കളറിൽ തിളങ്ങുന്നു. അതേസമയം തന്നെ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടും ഇവിടേക്ക് വരുന്നു. അതിനു മുൻപ് തന്നെ ഇവൻ ടോയ്ലറ്റിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. പക്ഷെ അവൻ നിർത്താതെ ഡോറിലടിച്ച് ഇവനെ അസ്വസ്ഥനാക്കുന്നു. ഇവന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ഉടനെ തന്നെ ഇവന് കൺട്രോൾ ചെയ്യാനാകാത്ത വിധം കണ്ണിൽ നിന്ന് ലേസർ വന്ന് ഡോറോടുകൂടി അവനെ ദൂരേക്ക് തെറിപ്പിക്കുന്നു. ഭാഗ്യത്തിന് അതൊരു മെറ്റൽ ഡോർ ആയതുകൊണ്ട് അവനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇവനും എക്സ്മെൻ ടീമിലെ ഒരു മെമ്പറായി മാറുന്നു.